ഇവിടെ 2 കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെയാണ്? അനന്തമായ സ്നേഹം, പരിപൂർണമായ സന്തോഷം. എല്ലാവരും കേട്ടല്ലോ? അനന്തമായ സ്നേഹം, പരിപൂർണമായ സന്തോഷം. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന പ്രലോഭനങ്ങൾ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളെപ്പോഴും വീണു പോകുന്ന, മുറുകെ പിടിക്കുന്ന പാപം ഒന്ന് ചിന്തിച്ചേ. എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വീണ്ടും വീണ്ടും വീണു പോകുന്നേ? ഈ പാപം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് പ്രലോഭനത്തിലൂടെ നിങ്ങൾക്ക് ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട്. ഏത് പാപം വേണേ എടുത്തോ, ആ വാഗ്ദാനം എന്തുമായിരിക്കും എന്നറിയാവോ? ഈ പറഞ്ഞ 2 കാര്യങ്ങളായിരിക്കും. ഒന്നുകിൽ പാപം പറയും, നീ ഇത് ചെയ്താൽ മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കും, നിനക്ക് സുഹൃത്ത് ബന്ധം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആളെ കൂട്ടുവാൻ വേണ്ടി, ആരുടെയെങ്കിലുമൊക്കെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി ഇത് ചെയ്യുന്നു. പാപം ചെയ്താൽ കൂട്ടായ്മ ലഭിക്കും, സ്നേഹം ലഭിക്കും. അല്ലെങ്കിൽ പാപം വന്നിട്ട് പറയും, ഇത് ചെയ്താൽ ഭയങ്കര സുഖമാണ്, പ്ലഷർ. യു ആർ ഓൾവേസ് ടെംപ്റ്റഡ് ബൈ ദീസ് 2 തിങ്സ്. യു വാണ്ട് ഇൻറ്റിമസി ഓർ പ്ലഷർ. ഇത് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ പാപം ചെയ്യുന്നത്. പ്രത്യേകിച്ച് യൗവനക്കാരുടെ പാപങ്ങൾ, യൗവന മോഹങ്ങൾ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പം വേണം, അല്ലെങ്കിൽ സുഖം വേണം. രണ്ടിനും ശരിയായിട്ടുള്ള ഉത്തരം എവിടാ? കർത്താവിൽ. അനന്തമായ സ്നേഹവും പരിപൂർണമായ സന്തോഷവും പാപത്തിലല്ല ലഭിക്കുന്നത്. സത്യത്തിൻ്റെ മൂർത്തിഭാവമായ യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, എൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക. ഈ സ്നേഹം, ത്രിയേക ദൈവം പങ്കുവെക്കുന്ന ഈ സ്നേഹം അനുഭവിക്കുമെങ്കിൽ നിങ്ങൾക്ക് അനന്തമായ സ്നേഹവും കിട്ടും, പരിപൂർണമായ സന്തോഷവും ലഭിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ വിശപ്പ് അടങ്ങും.